ഫൈനലി യു വർ ഏബിൾ ടു റീച്ച് എ വേർഡിക്റ്റ് അല്ലേ? ഇതില് ഷാഹിസാർക്ക് വേണ്ടി വെച്ചു കൊടുക്കാൻ പോകുന്ന ബിരിയാണി ഏതാ? അതെ, ശരിക്കും അമിതായൊക്കെ കണ്ടപ്പോ ശരിക്കും ഞാൻ ചോദിക്കുമായിരുന്നു, എനിക്ക് കംപ്ലീറ്റ് ആ ട്രഡീഷണൽ ബിരിയാണി എനിക്കൊന്ന് പഠിപ്പിച്ചിട്ട് ചോദിച്ചു. ഓ ശരിക്കും അതാണ് ഇവിടെ നേരത്തെ റാഫി പറഞ്ഞല്ലോ, ഏറ്റവും നല്ല ബിരിയാണി AR ബിരിയാണി എന്ന് പേര് വിട്ടതിന്. എനിക്ക് തോന്നുന്നു ബിരിയാണിയുടെ എന്താ പറയാ, ജഡ്ജായിട്ടും അല്ലെങ്കിൽ ഒരു ബിരിയാണിക്ക് ഒരു ക്ലാസ് എടുക്കാനും അല്ലെങ്കിൽ ബിരിയാണിയെ കുറിച്ച് ഒരു കാര്യം പറയാനും നമ്മളത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ആ ജഡ്ജ്മെന്റിലും അമിതമായിട്ട് ഇന്റർനാറ്റ് ചെയ്തപ്പോഴും ഒക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയതാ. മാത്രമല്ല ഷീ സോ ഹോംലി. നമുക്ക് എന്നതാന്ന് വെച്ചാൽ അത് അന്നേരം പറഞ്ഞു തരുക. ചില സമയം ടീച്ചർ ആവാറുണ്ട്, ചില സമയം ഇങ്ങനെ ജഡ്ജ് ആവാറുണ്ട്, ചില സമയം നമ്മളിൽ ഒരാളായി മാറി ഇങ്ങനെ ചെയ്താൽ മതി. ചില സമയത്ത് ആ ഒരു ഉമ്മയാവുമ്പോഴാണ് ഇഷ്ടമാവുന്നത്. ഭാഷയൊക്കെ എന്നെ രസം. തീർച്ചയായും താങ്ക് യു ചേച്ചി. ഞാൻ നേരെ ഇത്രയും ട്രിക്കുകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. അത് മാത്രമല്ല ഈ കൂട്ടത്തിൽ 2 സ്ത്രീകളാണ്, ഏക പുരുഷ ജഡ്ജാണ്, 28 റാണിമാരാണ് അവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആരാലും വഴിതെറ്റി പോയിട്ടൊന്നും ഇല്ലല്ലോ. എങ്ങനെയായിരുന്നു ചേച്ചി? നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വലിയൊരു, നമ്മൾ ഒരുപാട് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് മത്സരത്തിൽ ജഡ്ജായിട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷമായിട്ട്. പക്ഷെ ഇങ്ങനെ ഒരു കേരളത്തിന്റെ കംപ്ലീറ്റ് 14 ജില്ലയിൽ അതിന്റെ ഒരു 1000-ഓളം പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ആ ജില്ലാടിസ്ഥാനത്തിൽ 2 പേര് വിജയിച്ച് അവരുടെ ഒരു ഫിനാലെ കൊണ്ടുവരിക കൊച്ചിയിൽ, അത് ബിരിയാണി നമ്മുടെ മുമ്പിലിട്ട് ലൈവായിട്ട് അവർ 2 മണിക്കൂർ കുക്ക് ചെയ്ത് ദം അടിപ്പിച്ചിട്ട് നമ്മുടെ മുമ്പിൽ ടേസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വൺ ഓഫ് കൈൻഡ് ആണ്. അല്ല അത് എടുത്ത് പറഞ്ഞേ മതിയാവുള്ളൂ. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പുതിയ അനുഭവം ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വന്ന് കണ്ട അവിടെ പറഞ്ഞൊരു കാര്യം, സാധാരണ കുക്ക് ചെയ്ത് കൊണ്ടുവരും, ഇത് ലൈവായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ കുക്ക് ചെയ്ത് ദമ്മിട്ട് അത് കഴിഞ്ഞാൽ കിട്ടുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടാസ്ക് അല്ലേ? തീർച്ചയായിട്ടും അവരെടുത്ത എഫർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ സാധാരണ ഒരു ജഡ്ജ്മെന്റ് പോലല്ല, ഓരോരുത്തരുടെ ടേസ്റ്റ് ചെയ്തു, അതിനുശേഷം 3 പേരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പിന്നീട് 10 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഭയങ്കര അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി വീണ്ടും അത് ബിരിയാണികൾ വീണ്ടും ടേസ്റ്റ് ചെയ്ത് എക്സ്റ്റേണൽ ആൾക്കാരെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് വലിയൊരു പ്രോസസ്. സാധാരണ 3 പേരുടെ മാർക്കിൽ ഒരു ഫസ്റ്റ് 6 പേരുടെ എടുത്തിട്ട് 3 പേരെ കണ്ടെത്തിയാൽ മതി. 10 പേരെ കണ്ടെത്തി 3 പേരെ കണ്ടെത്തി പിന്നീട് അത് മൾട്ടിപ്പിൾ ടൈം വീണ്ടും ടേസ്റ്റ് കാരണം അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. കാരണം ഇതൊരു വലിയൊരു മത്സരമാണ്, അത്രയും വലിയൊരു, കാരണം നമുക്കറിയാം കേരളം മുഴുവൻ ബിരിയാണി ക്യൂനെ കണ്ടെത്തി അതിന്റേതായ എല്ലാ പ്രോസസ്സും. ഒരു ചോദ്യം, പിള്ളച്ചേട്ടാ, ഇന്ന് ഒരു ബിരിയാണി ക്വീനിനെ കിട്ടും. ഈ ബിരിയാണി ക്വീനിനെ തീർച്ചയായും നമുക്കറിയാം അതൊരു അംഗീകാരമായിട്ട് പിള്ളച്ചേട്ടൻ അവർക്ക് കൊടുക്കുന്ന അംഗീകാരമായിട്ട് ഷെഫ് പിള്ള റെസ്റ്റോറന്റിൽ അവരുടെ റെസിപ്പി വെച്ചൊരു ബിരിയാണി ഇടുവോ? തീർച്ചയായിട്ടും ഒരാൾക്കല്ല, 28 പേർക്കും ആ 28 പേർക്ക് നമുക്ക് ക്വാളിറ്റി ഉണ്ട്. അവർക്കെല്ലാം നമ്മുടെ ഒരു ആഗ്രഹം ഇവരൊക്കെ ഒരു എന്റർപ്രൈസറായിട്ട് മാറണം നാളെ, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റും. എല്ലാവർക്കും നല്ല ടോപ്പ് സ്കിൽസ് ഉള്ളതാണ് ഫുഡ്. അവരെല്ലാം ഭയങ്കര പാഷനേറ്റ് ആയിട്ട് കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആഗ്രഹം ഇത് മാതൃഭൂമി റെസ്റ്റോറന്റ് മാതൃഭൂമി ചേർന്നവർക്ക് ഈ ബിരിയാണി ക്യൂരിലൂടെ 28 ആൾക്കാർ ഓൾറെഡി വിന്നേഴ്സ് ആണ്. അപ്പൊ അവർക്ക് അവരുടെ മുന്നിൽ വലിയൊരു കൾണറിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിലുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഒരു എന്റർപ്രൈസർ ആവാൻ മേബി ഇവർക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സ് വരാം. നമ്മുടെ റെസ്റ്റോറന്റിൽ തന്നെ നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് തന്നെ വേണമെങ്കിൽ ഒരു ഓപ്പണിംഗ് കിട്ടുന്നതാണ്. ബാക്കി നിങ്ങൾ പിടിച്ചോണം കേട്ടല്ലോ. Okay, thank you, Lajana. Thank you. Before we move into the mementos, തീർച്ചയായും